ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. എനിക്ക് വലിയ സ്റ്റോറിയാണ് പറയാനുള്ളത്. പക്ഷെ ആ സ്റ്റോറി നേരത്തെ ഒരു പഠിപ്പിച്ചപ്പോൾ സാറ് പറഞ്ഞായിരുന്നു ശ്രീനിജയെ പോലെ ആവരുതെന്ന്. അപ്പം അതുകൊണ്ട് ഞാനത് ചുരുക്കി പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാലും ഉണ്ട് ഒരു പാരഗ്രാഫ്, എന്നാലും വേഗം പറയാം. ഞാൻ ഈ ഗസ്റ്റ് പെയ്ഡിൽ വന്നിട്ട് ആകെ 3 മാസം ആകുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ BMW ഒന്നും ഇല്ലായിരുന്നെങ്കിലും ഒരു പ്രീമിയർ പത്മിനി ഉള്ള വീട്ടിലായിരുന്നു. അപ്പം ആ വീടും സ്ഥലവും ഒന്നും ഞാനിപ്പം പറയുന്നില്ല. എൻ്റെ ഒരു പിടിവാശി കൊണ്ട് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് എല്ലാവരും തന്നതെല്ലാം ഞാൻ എൻ്റെ റിലേറ്റീവ്സിനും എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ ജീവിത പങ്കാളിക്കും ഒക്കെ ആയിട്ട് ഫുള്ള് കൊടുത്തു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന സകല സമ്പാദ്യം ഈ ഗസ്റ്റ് പെയ്ഡിൽ വരുന്ന സമയത്ത് എൻ്റെ ആ സമ്പാദ്യം ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇവരുടെ പ്രോജക്റ്റിൽ പകുതിയോളം എനിക്ക് വാങ്ങിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അതെൻ്റെ പണമല്ല, ആ പണത്തെ ഞാൻ ആഗ്രഹിച്ചുമില്ല. അതുകൊണ്ട് എൻ്റെ എല്ലാവർക്കും ഈ നല്ലൊരു സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ലൈഫിൽ എനിക്ക് ഒരു പരാജയവും സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ എനിക്ക് എൻ്റെ വീട്ടുകാർ 185 പവൻ സ്വർണം തന്നത് 4 പെൺകുട്ടികളുടെ കല്യാണം ഞാൻ നടത്തി. ആ 4 പെൺകുട്ടികളും ഇന്ന് സർവ്വസുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷേ ആരും എന്നെ തിരിഞ്ഞു നോക്കാറുമില്ല, വിളിക്കാറുമില്ല. അതിലെനിക്ക് സന്തോഷമുള്ളൂ. അവർ സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ, അപ്പം അതുകൊണ്ട് എനിക്ക് സന്തോഷം തന്നെ. പിന്നെ സ്വന്തമായിട്ട് 10th കഴിഞ്ഞപ്പോൾ മുതൽ സ്വന്തമായിട്ട് അധ്വാനിച്ചാണ് ഞാൻ പഠിച്ചത്. ഒരു ദിവസത്തെ വരുമാനത്തിന് വേണ്ടി ഒരിടത്ത് ജോലിക്ക് പോയപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു, ഇത്ര വലിയ വീട്ടിലെ കുട്ടി എന്തിനാ ജോലിക്ക് പോണേന്ന്. പക്ഷേ എൻ്റെ വാശിയായിരുന്നു ഞാൻ അധ്വാനിക്കുന്ന പൈസയിൽ നിന്നും എനിക്ക് പഠിക്കണമെന്ന്. സാറ് പറഞ്ഞ പോലെ അച്ഛനും അമ്മയും പഠിപ്പിച്ചത് പഠിച്ച് ജോലി വാങ്ങിക്കണമെന്നായിരുന്നു. അപ്പോൾ ഞാനും സ്വന്തമായിട്ട് പണി ചെയ്ത് പഠിച്ച് ജോലി വാങ്ങിക്കണമെന്നുള്ള രീതിയിൽ ഞാൻ ജോലിക്ക് പോയിക്കൊണ്ട് തന്നെ പഠിച്ചു. ജോലിക്ക് പോയ സ്ഥലങ്ങളിലൊക്കെ എനിക്ക് ജോലിയൊന്നും തന്നില്ല, അത് വേറെ കാര്യം. എന്നിട്ട് എവിടുന്നോ ഒരു ജോലി കിട്ടി. എൻ്റെ ആദ്യത്തെ സാലറി എന്ന് പറയുന്നത് ഒരു മാസം 1500 രൂപയായിരുന്നു. 10 മണിക്കൂർ എന്ന് പറയുന്ന സാറ് പറയുന്ന വർക്ക്, അതായത് 8 മണിക്കൂർ വർക്കും 2 മണിക്കൂർ എൻ്റെ പോക്കുവരവും എല്ലാം ചേർന്ന ഒരു മാസത്തെ എൻ്റെ വരുമാനം 1500 രൂപയായിരുന്നു ഫസ്റ്റ് സാലറി. അവിടെ നിന്ന് 1500 രൂപ കൊണ്ട് ഞാൻ സ്വന്തമായിട്ട് പഠിച്ചു. ഡിഗ്രി വരെ എടുത്തു. അതിനുശേഷം എൻ്റെ ജീവിതത്തിലേക്ക് ഒരു ജീവിത പങ്കാളി വന്നു. വീട്ടുകാരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ കല്യാണം കഴിച്ചു, ജീവിച്ചു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന സകല സമ്പാദ്യവും കൊടുത്തു. അവിടെ എനിക്കൊരു പരാജയം സംഭവിച്ചു. എല്ലാം ഞാൻ കൊടുത്തു, അവസാനിപ്പിച്ചു. പിന്നെ ഒറ്റയ്ക്ക് ജീവിക്കണം, മെഡിറ്റേഷൻ ചെയ്ത് ഹിമാലയത്തിൽ പോകണമെന്ന് പറഞ്ഞ് വന്നതാ. പക്ഷേ ഹിമാലയത്തിലേക്ക് എത്താൻ സമ്മതിച്ചില്ല. അതിൻ്റെ ഇടയ്ക്കൊരാൾ വന്നു. ആ ഡയലോഗ് എനിക്കറിയില്ല, കിലുക്കത്തിലൊരു ഡയലോഗുണ്ട്. ആ ഡയലോഗ് അറിയുവാണെങ്കിലും കിലുക്കത്തിലെ ഒരു ഡയലോഗ്, ഒരു പാട്ട് ഇട്ടിട്ട് ഒരിക്കൽ ഒരു ഡയലോഗുമായിട്ട് ഒരാൾ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ വിളിച്ചിട്ട് എന്നോട് സംസാരിച്ചു, എൻ്റെ മോന് ഒരാഗ്രഹമുണ്ട്, നിന്നെ കല്യാണം കഴിച്ചാൽ കൊള്ളാവുന്നു. അപ്പോൾ ഞാൻ ആ അമ്മയോട് പറഞ്ഞു, എനിക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല, എനിക്ക് കുറേ കാര്യങ്ങളുണ്ട്, ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന്. ആലോചിക്കാൻ സമയമില്ല, പെട്ടെന്ന് പറയണം, എൻ്റെ മോൻ നിന്നല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞു. ആ മോനാണ് ശരത്, ആ അമ്മയാണ് രാധാമണി, ആ അമ്മയുടെ ഇളയ മോനാണ് ശ്രീശാന്ത്. അവര് 3 പേരും ബാക്കിലിരിപ്പുണ്ട്.
അവരെ 3 പേര് സ്വാഗതം ചെയ്യുന്നു. ശ്രീനി ചേച്ചിയുടെ ഫുൾ ഫാമിലി പ്ലീസ് നല്ലൊരു കൈ കൊടുത്തു നമുക്ക് സ്റ്റേജിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യും. അവിടെ നിങ്ങളുടെ എൻ്റെ പ്രചോദനവും എൻ്റെ ജീവിതവും ഒക്കെ ആ ഒരു കുടുംബത്തിന് സന്തോഷം പകരണം എന്നുള്ള രീതിയിലായിരുന്നു. ബാക്കി എല്ലാം മാറ്റി വെച്ചു. അങ്ങനെ ഞാൻ എയർപോർട്ടിൽ ജോലിക്ക് വരുന്നു. സിയാലിൻ്റെ സ്റ്റാഫായിട്ട് ജോലി ചെയ്യുന്നു. ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരാളെ കണ്ടുമുട്ടി. ആ രഹസ്യം ഞാനിപ്പോൾ പറയാല്ലേ, ആദ്യം തന്നെ പറയാല്ലേ, ഒരു വലിയ രഹസ്യം ഞാൻ പറയാം. ജസ്പേഡിലേക്ക് എന്നെ കൊണ്ടുവന്നു എന്ന് വാദിക്കുന്ന കുറേ പേരുണ്ട്. ജസ്പേഡിലേക്ക് എന്നെ കൊണ്ടുവന്നു. ഇന്ന് ഈ BMW അച്ചീവ് ചെയ്തത് അവർ കാരണമാണെന്ന് പറഞ്ഞ് പലരെ വേദനിപ്പിക്കുന്ന പല ആൾക്കാരുണ്ട്. ഞാൻ പേരാരുടെ പറയുന്നില്ല, അത് ശരിയല്ല. അതുകൊണ്ട് ആ രഹസ്യം ഞാൻ വെളിപ്പെടുത്താം. ജസ്പേഡിലേക്ക് എന്നെ ഫോളോ ചെയ്ത് വന്ന വലിയൊരു മനുഷ്യനുണ്ട്. നിങ്ങളൊക്കെ ആരാധിക്കുന്ന, നിങ്ങളൊക്കെ ജയ് വലിക്കുന്ന നിഷാദ് അബൂബക്കർ. അതാർക്കും അറിയില്ലായിരുന്നു, ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. ഈ വേദിയിൽ എന്തെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ പറയാമെന്ന് വിചാരിച്ചു വെച്ചിരുന്നതാണ്. ഞാൻ അന്ന് വിളിച്ചപ്പോൾ സാറേ എനിക്കിപ്പോൾ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ജോലിയിൽ തുടർന്നു. അവിടുന്ന് ഞാൻ ഒരു തവണ എനിക്ക് കുറച്ച് ശാരീരിക പ്രശ്നങ്ങളുണ്ടായി വേറെ സ്ഥലത്തേക്ക് ജോലിക്ക് വന്നു. ജോലിക്ക് വന്നപ്പോൾ ഞാൻ ജോലി ചെയ്ത സ്ഥലത്ത് ഒരു 2 മാസത്തേക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ച് വിളിച്ചതാണ്. ജോലി ഇല്ലാതിരിക്കുമല്ലേ, ഒരു 2 മാസം ഹെൽപ്പ് ചെയ്യുമോ. അങ്ങനെ ഞാൻ ഒരു വലിയൊരു ഹോട്ടലിൻ്റെ മാനേജറായിട്ട് അവരെ 2 മാസം, അവരുടെ പുതിയ ഹോട്ടലായിരുന്നു. അപ്പോൾ ആ പുതിയ ഹോട്ടലൊന്ന് ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് ഒരു ഹെൽപ്പ് ചെയ്യാൻ എന്നെ വിളിച്ചു. 2 മാസം ഞാൻ വന്നു. 40,000 രൂപ കച്ചവടമുണ്ടായിരുന്ന ആ ഹോട്ടൽ 2.5 ലക്ഷം രൂപ ഒരു ദിവസം വരുമാനത്തിലേക്ക് ഞാൻ എത്തിച്ചു കൊടുത്തു. അതിനുള്ള നന്ദിയും അവർ എനിക്ക് കാണിച്ചു തന്നു. അവർ എനിക്ക് ശത്രുവായി. അവിടുന്ന് ഞാൻ അവരോട് പറഞ്ഞു, 2 മാസം കൊണ്ട് 2.5 ലക്ഷം രൂപ വരുമാനം ഡെയിലി ഞാൻ ഉണ്ടാക്കി തന്നു. കാരണം അവിടെയുള്ള സ്റ്റാഫുകൾക്ക് അവർ സാലറി കൊടുക്കാത്തതിന് ഞാൻ ചോദ്യം ചെയ്തതിന് എതിരായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഒരു ക്രാഷ് ഉണ്ടായത്. അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഒരാൾ അതിൻ്റെ ഓണർക്ക് ജസ്പെയ്ഡിൻ്റെ ഒരു ഇത് പറയാൻ വേണ്ടിയിട്ട് വന്ന് ആ ഓണറെ ഫാമിലിനെ വെൽക്കം ചെയ്ത് എന്താ പറഞ്ഞതെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അവർ പോയി കഴിഞ്ഞപ്പോൾ അവർ ചവറ്റുകൊട്ടയിൽ എറിഞ്ഞ സാധനമാണിത്. ആ ഹോട്ടലിൻ്റെ ഉടമ ചവറ്റുകൊട്ടയിൽ എടുത്തെറിഞ്ഞ സാധനമാണിത്. ഇത് ഞാൻ പോയി എടുത്തപ്പോൾ എന്നോട് ഓണർ ചോദിച്ചു, എന്തിനാണ് ഇത് എടുക്കുന്നത്? ഞാനത് ചവറ്റുകൊട്ട കളഞ്ഞ സാധനമല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കിത് ഇഷ്ടമായതുകൊണ്ട് എടുത്തതാണ്, വേറൊന്നുമല്ല. ഇതിൻ്റെ കളറും ഇതിൻ്റെ ഈ പ്രകൃതി ഭംഗിയും എന്നെ വല്ലാതെ ആകർഷിച്ചു. ഈ ജസ്പേഡ് എന്താണെന്നോ ഈ സംഭവം എന്താണെന്നോ എനിക്കറിയില്ല. അങ്ങനെ ഞാൻ ഈ സാധനം എടുത്തു കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചിട്ട് ഒരു വലിയ ഫാമിലിയെ ഞാൻ പരിചയപ്പെട്ടു. വലിയ ഫാമിലിയെ പരിചയപ്പെടാൻ കാരണം എൻ്റെ കൂടെ കുറച്ച് സെലിബ്രിറ്റീസ് ഉണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ ജസ്പെയ്ഡിൻ്റെ നിഷാദ് സാറിനെ കാണാൻ വേണ്ടി ഹൈവേ ഗാർഡനിൽ സാറ് ഡൽഹിക്ക് പോകാൻ നിൽക്കുമ്പോൾ കുറച്ച് ആൾക്കാരുമായിട്ട് ഞാൻ അവിടെ വന്നു. സാറിന് കൈ തന്നു, സംസാരിച്ചു. അന്ന് സാറിൻ്റെ കൂടെ മലയാളം ഒരു ചാനലിലെ സാറൊക്കെ ഉണ്ടായിരുന്നു. സാറിനൊക്കെ എന്നെ അറിയാം. എന്നോട് സംസാരിച്ചു. നീ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിവിടെ ഇല്ല, ഞാനിപ്പോൾ ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ, വെറുതെ ഒന്ന് വന്നതാന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഞാൻ ആ സെലിബ്രിറ്റീസിൻ്റെ കൂടെ ലിൻഡു ആൻഡ് ഫാമിലിനെ പരിചയപ്പെട്ടു. ലിൻഡു ആൻഡ് ഫാമിലിനെ പരിചയപ്പെട്ടപ്പോൾ അവിടെ നിന്ന് ലിൻഡുവിൻ്റെ മമ്മി മിനി ലാലിച്ച് എന്നോട് പറഞ്ഞു, വാ മോളെ, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വാ, ഞങ്ങൾ ജസ്പെയ്ഡ് എന്ന് പറഞ്ഞൊരു കമ്പനി നടത്തുന്നുണ്ട്, അതിലേക്ക് വാ, നിനക്ക് വന്നുകൂടെ, നിനക്ക് നല്ല ഇതുണ്ട്, വാ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വരാം മമ്മി, വരാം എന്ന് പറഞ്ഞിട്ട് അന്നും ഞാൻ കയറിയില്ല. അപ്പം ഏകദേശം
ഇത് 35 ലാഖിന് കൊടുക്കുന്ന സമയത്തുള്ള ബ്രോഷറാണിത്. ഇന്ന് 1,10,00,000 ഫുൾ കോട്ടേജ് ബിൽ ചെയ്തുകൊണ്ട് നമ്മുടെ പുതിയ പ്രോജക്റ്റായ BMW എന്ന പേരിൽ തന്നെയുള്ള വണ്ടി എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു കൂട്ട ആൾക്കാരുടെ ഹെൽപ്പ് ഉണ്ട്. എനിക്ക് പവർഫുള്ളായിട്ട് എനിക്കത് പറയാൻ പറ്റും. ആരും എന്റെ പേരിൽ ഒരു അവകാശവും പറയണ്ട. എന്റെ പേരിലുള്ള അവകാശം എനിക്ക് മാത്രമേ ഉള്ളൂ. അതെനിക്ക് ശക്തമായിട്ട് എന്നെ പറയാൻ പറ്റും. ആരും 1 രൂപ തന്ന് എന്നെ ഇവിടെ കൊണ്ടുവന്നതല്ല. ആരും ഞാനും ആർക്കും 1 രൂപ കൊടുത്തു വന്നതല്ല. ഒരു വലിയ മനുഷ്യന്റെ വാക്കുകൾ വിശ്വസിച്ച് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലും അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാമും അദ്ദേഹത്തിന്റെ വാട്സപ്പിൽ വരുന്ന മെസ്സേജുകളും പിന്തുടർന്നുകൊണ്ട് ഞാൻ ഇന്ന് ഈ വേദിയിൽ നിന്ന് സംസാരിക്കണമെങ്കിൽ അത് സഹിച്ച് സഹനത്തിലൂടെ വന്ന് പൊരുതി നേടിയതാണ് ഞാൻ. ഇതില് എനിക്ക് സപ്പോർട്ടായിട്ടുണ്ടായിരുന്ന എൻ്റെ അമ്മ, ഇതെന്റെ ഹസ്ബൻഡിന്റെ അമ്മയാണ്. എല്ലാവരും എൻ്റെ അമ്മയാണെന്നാണ് വിചാരിച്ചേക്കുന്നത്. അതിന് ഹസ്ബൻഡ് എന്നോട് വഴക്കാണ്. എൻ്റെ അമ്മയാണെന്ന് പറയുന്നില്ല, നിന്റെ അമ്മയാണെന്നാണ് പറയുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ അമ്മ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. എൻ്റെ മകൻ്റെ കൂടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സ്വസ്ഥമായിട്ട് ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞ് എന്നെ ചേർത്ത് പിടിച്ചൊരമ്മയാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കൊടുക്കേണ്ടത് ഈ അമ്മയ്ക്കായിരുന്നു. അതുകൊണ്ട് അവിടുന്ന് ഞാൻ ചിറ്റിലപ്പള്ളി കൊച്ചൗസേപ്പ് എന്ന് പറയുന്ന വലിയൊരു മനുഷ്യന്റെ അടുത്ത് ജോലിക്ക് കയറി. അദ്ദേഹം എൻ്റെ ആരാധനാ മൂർത്തിയായിരുന്നു. ചെറുപ്പം മുതൽ ആരാധിച്ചിരുന്ന ഒരാളായിരുന്നു. വ്യവസായ രംഗത്ത് ഒരുപാട് ഞാൻ ഫോളോ ചെയ്ത ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബുക്സിന് വേണ്ടിയിട്ട് ഒരുപാട് നാൾ ഞാൻ നടന്നിരുന്നു. അതൊന്നും എനിക്ക് നടക്കാൻ പറ്റിയില്ല. എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ടാറ്റു അടിക്കണം. അപ്പോൾ ടാറ്റു അടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എന്ന് നീ അദ്ദേഹത്തിനെ കണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കുന്നോ അന്ന് ഞാൻ ടാറ്റു ചെയ്തു തരാം. ആ ഒരു വിശ്വാസത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ ജോലിക്ക് ചെന്ന ഫസ്റ്റ് ഡേ അദ്ദേഹത്തിനെ എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റി. അദ്ദേഹം എന്നെ ചേർത്ത് പിടിച്ചു. അദ്ദേഹമായിട്ട് ഫോട്ടോ എടുത്തു. അത് ഞാൻ കൊണ്ടുവന്ന് ഹസ്ബൻഡിനെ കാണിച്ചു. ഹസ്ബൻഡ് എനിക്ക് ടാറ്റു അടിച്ചു തന്നു. ഈ കൊച്ചൗസേപ്പിന്റെ ഫോട്ടോ. അതിനുശേഷം എല്ലാവരും സെലിബ്രിറ്റീസിനെ അടയ്ക്കുമ്പോൾ എനിക്ക് എൻ്റെ ആരാധനയായ ചെറുപ്പത്തിലുള്ള ഒരു സ്റ്റോറിയിൽ നിന്നും എനിക്ക് തോന്നിയ ഒരു ആരാധനയുടെ പേരിൽ അടിച്ചതാണ്. ഇങ്ങനൊന്നും ആരും അടിക്കാൻ പാടില്ല, ഇത് നല്ലതല്ല. മെഡിറ്റേഷൻ ലെവലിൽ ഞാനത് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കില്ല. എങ്കിൽ പോലും എൻ്റെ ചെറുപ്പം മുതലുള്ള ആഗ്രഹമായതുകൊണ്ട് ചെയ്തതാണ്. അത് അദ്ദേഹത്തെ ഞാൻ പോയി കാണിച്ചില്ല, പലരും കാണിച്ചു. അതിനുശേഷം ജസ്പെയ്ഡിൽ വന്നു. ജസ്പെയ്ഡിന്റെ പേരടിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ജസ്പെയ്ഡിന്റെ അടിക്കുമ്പോൾ ജസ്പെയ്ഡ് അടിക്കണം. ഇവിടെ ഈ കൊച്ചൗസേപ്പിന്റെ ഇതുള്ളത് കൊണ്ട് നിഷാദ് അബൂബക്കറിനെ അടിക്കണം. നിഷാദ് അബൂബക്കറിനെ അടിക്കുമ്പോൾ നിസാർ അബൂബക്കർ എന്നോട് പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ ഞാൻ നിസാർ അബൂബക്കറിനെ മാത്രം അടിക്കാമെന്ന് വെച്ചാലോ, അപ്പൊ നിഷാദ് അബൂബക്കർ എന്നെ കൊല്ലും. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു, ശരി ടാറ്റു അടിക്കണ്ട, ഇവരുടെ കമ്പനിയുടെ ഫേസ് ആകാനാണ് എന്നെ വിളിച്ചത്. ഇവരുടെ കമ്പനിയുടെ നട്ടെല്ലായിക്കൊണ്ട് ഇവരുടെ കമ്പനിയെ എങ്ങനെ വളർത്തി വലുതാക്കാം എന്നുള്ള ഒരു രീതിയിലേക്ക് വരണം എന്ന് പറഞ്ഞപ്പോ ഞാൻ വന്നിട്ട് കുറച്ചൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, വേണ്ട ഇത് ശരിയാവില്ല, എനിക്കിനി പഠിക്കാനൊന്നും വയ്യ. അത്രമാത്രം പഠിച്ചു. ഞാൻ ഓരോന്നിനും പോയി ചേർന്നു. പഠിച്ച് ശരിയായില്ല. അവസാനം നിഷാദ് അബൂബക്കറിന്റെ നിസാർ അബൂബക്കറിന്റെ കൂടെ കൂടാൻ തീരുമാനിച്ച് എൻ്റെ ഹസ്ബൻഡിന്റെ എൻ്റെ അമ്മയുടെ ഫുൾ സപ്പോർട്ടോടുകൂടി ഞാൻ ചെയ്തു. ഒരു ബയോമാഗ്നറ്റിക് ബെഡുമായിട്ട് ഞാൻ പോയി. ബയോമാഗ്നറ്റിക് ബെഡുമായിട്ട് ഞാൻ പോയപ്പോൾ എൻ്റെ ജസ്പെയ്ഡിലുള്ള ആരെന്ന് പറഞ്ഞു, ഈ മാതിരി ലോക്കൽ സാധനം വിൽക്കാൻ ഞങ്ങൾ വരില്ല,
ഈ മാതിരി ലോക്കൽ സാധനം ഞങ്ങൾ വിൽക്കില്ല, പ്രീമിയം സാധനമേ വിൽക്കുള്ളൂ. അപ്പോൾ ഞാൻ അവരോടൊരു മറുപടി പറഞ്ഞു, ഈ മാതിരി ലോക്കൽ സാധനം വിൽക്കാൻ നിങ്ങൾ വരണമെന്നില്ല, നിങ്ങൾ കറക്റ്റ് വരുന്നില്ലല്ലോ. അപ്പോൾ ഈ മാതിരി ലോക്കൽ സാധനം വിൽക്കാൻ ലീഡേഴ്സിനോട് വരെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്താണോ പറഞ്ഞത് അതേ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാനത് ചെയ്തു. ചെയ്തതിന് ശേഷം ഈ ഒരാഴ്ച കൊണ്ട് നേടിയെടുത്തതാണ് ഈ BMW-ൽ ഒരാഗ്രഹം ഉണ്ടായിരുന്നില്ല. സാറൊരു ഓഫർ വെച്ചപ്പോൾ, സാറ് തന്നെ സൂമിൽ വെറുതെ ഒരു വാശി പിടിപ്പിച്ചപ്പോൾ എല്ലാവരെയും പോലെ ഞാനും കുറെ എന്തൊക്കെയോ പറഞ്ഞ കൂട്ടത്തിൽ ഒരു BMW കിടക്കട്ടെ എന്ന് വിചാരിച്ചു, വെറുതെ ഒന്ന് ആഗ്രഹിച്ചു, അത് ഞാൻ നേടിയെടുത്തു. അതിന് ഒരാഴ്ചത്തെ സഹനം ഞാൻ അനുഭവിച്ചു. ഞാൻ മാത്രമല്ല, എൻ്റെ ടീമിലെ ലീഡേഴ്സ് ഷിബു, ദിനേർ, റിനിയക്സൻ, അനുപിത എന്ന് തുടങ്ങി എൻ്റെ ടീമിൽ കുറേ ആൾക്കാരുണ്ട്. എൻ്റെ പൂർണ്ണ സപ്പോർട്ടോടുകൂടി ലിൻഡു ആൻഡ് ഫാമിലി എന്നോട് ഉണ്ട്. ഞാൻ എൻ്റെ മൂത്ത മോളായിട്ട് എന്നെ ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്ന പപ്പയുണ്ട്. അങ്ങനെ ഞാൻ മുന്നോട്ട് പോയത്. പപ്പ പറഞ്ഞു 10 ലക്ഷം രൂപയുടെ ഒരു ക്ലോസിങ് ചെയ്യാൻ പറഞ്ഞു. പപ്പ നടക്കില്ല എന്ന് പറഞ്ഞു. 10 ലക്ഷം. ഇനി എന്റെ അടുത്ത ലക്ഷ്യം ഡിഫൻഡറാണ് സാറേ. സാറേ ഡിഫൻഡർ എനിക്ക് കാരണം നമ്മൾ BMW പറഞ്ഞു കിട്ടി അല്ലെ, ലക്ഷ്യങ്ങൾ അവസാനിക്കുന്നില്ല. എന്താണ് അടുത്ത ലക്ഷ്യം? ഡിഫൻഡർ വേണ്ടിപ്പോ ആ ഡേറ്റ് അനൗൺസ് ചെയ്തു. എനിക്ക് ആ ഡിഫൻഡർ ഈ സാറ് പറഞ്ഞ ഇപ്പൊ പറഞ്ഞ ഓഫർ പറഞ്ഞ ഡേറ്റിനുള്ളിൽ വാങ്ങിക്കണമെന്നാണ്. ഏപ്രിൽ 20 BMW വിൻ ചെയ്ത ശ്രീനിധിയുടെ വാക്കുകളാണ്. ഏപ്രിൽ 20 ജോഷി ദേവസയ്ക്കല്ല, റാഫി മദലേന്ദ്രനല്ല, അനീഷിനല്ല, ശ്രീനിധ അത് ലക്ഷ്യമാക്കി നീങ്ങിക്കഴിഞ്ഞു. അപ്പോൾ എന്റെ ടീമിൽ തന്നെ ഒരു ഡിഫൻഡറിലേക്കുള്ള യാത്രയിലാണ് അല്ലെ. അപ്പൊ ഇനി നമുക്ക് കാണേണ്ടതും എന്താണ്, ഇവിടെ ഒരുപാട് പേരാണ് അടുത്ത അച്ചീവ്മെന്റ് റെഡി ആയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ